വീടുമായുള്ള ബന്ധം വിച്ഛേദിച്ചുകൊണ്ട് ജീവിതകാലം പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാതെ മരിച്ചാൽ പോലും പോകാത്ത എത്ര ആളുകളുണ്ട്. സ്വന്തം സഹോദരങ്ങൾ തമ്മിൽ മിണ്ടാത്തവർ എത്ര പേരുണ്ട്. ഉമ്മയോട് മിണ്ടാത്ത എത്ര മക്കളുണ്ട്. എന്താ കാര്യം? ഓഹരി വെച്ച സമയത്ത് 1 സെന്റ് സ്ഥലം അപ്പുറത്തോട്ട് അനുജന് കൂടുതൽ കൊടുത്തുപോയി, അല്ലെങ്കിൽ ചേട്ടന് കൂടുതൽ കൊടുത്തുപോയി, അല്ലെങ്കിൽ സഹോദരിക്ക് കൂടുതൽ കൊടുത്തു. ആ 1 സെന്റിന്റെ പേരിൽ ജീവിതകാലം മുഴുവനും ഉമ്മയോട് മിണ്ടാതെ നടക്കുന്ന മക്കൾ. അതുപോലെ ഉമ്മമാരുമുണ്ട്. മക്കളെ എന്തെങ്കിലും കാണിച്ചതിന്റെ പേരിൽ ആ മക്കളോട് മരണം വരെ മിണ്ടാതെ നടക്കുന്ന ഉമ്മമാരുണ്ട്. സഹോദരന്മാരില്ലേ? സഹോദരന്മാർ എന്തെങ്കിലും ഒരു കാര്യത്തിന്റെ പേരിൽ, എന്തെങ്കിലും ഒരു വിഷയത്തിന്റെ പേരിൽ ജീവിതകാലം മുഴുവൻ ആ വീട്ടിൽ കയറാതെ, സംസാരിക്കാതെ, ഒരു വിശേഷങ്ങൾക്ക് വിളിച്ചാൽ പോകാതെ കുടുംബബന്ധം മുറിക്കുന്ന ഈ സഹോദരങ്ങളുടെ എനിക്ക് ചോദിക്കാനുള്ളത്, എല്ലാവരോടും, സഹോദരങ്ങളോടും ആരാണ് ചെയ്യുന്നത്? ചില പിതാക്കന്മാരുണ്ട് മക്കളോട് മിണ്ടാത്തവർ, മാതാക്കളുണ്ട്, സഹോദരങ്ങളുണ്ട്, സഹോദരിമാരും തമ്മിലുണ്ട്. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, നമ്മൾ രാത്രി കിടന്നുറങ്ങിയാൽ നേരം വെളുത്ത് ഉണരുമെന്നുള്ള യാതൊരു ഉറപ്പും ഒരാൾക്കുമില്ല. ഈ അവസ്ഥയിൽ നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? എപ്പോഴെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതുകൊണ്ട് സ്വന്തം സഹോദരങ്ങളോട് ഒരു കാരണവശാലും മിണ്ടാതിരിക്കുന്നൊരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇത് കേൾക്കുന്ന ആരെങ്കിലും നിങ്ങളുടെ എന്തിൻ്റെയെങ്കിലും പേരിൽ നിങ്ങളുടെ സഹോദരങ്ങളോട്, ഉമ്മയോട്, വാപ്പയോട്, ഭർത്താവിനോട്, ഭാര്യയോട് ഒക്കെ മിണ്ടാതിരിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ പേരിൽ ജീവിതം അകന്നു നിൽക്കുന്നവരുണ്ട്. അവരൊക്കെ എല്ലാവരും വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കാൻ തയ്യാറാകണം. നമ്മൾ വിട്ടുവീഴ്ച ചെയ്തില്ലെങ്കിൽ അള്ളാഹു എങ്ങനെയാണ് നമുക്ക് വിട്ടുവീഴ്ച ചെയ്തു തരുന്നത്? നിങ്ങളൊന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവിടുന്ന് അവിടെ അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് ചെല്ലുമ്പോൾ, മാശറിൽ ചെല്ലുമ്പോഴേ ഓരോ കാര്യങ്ങൾ നമ്മൾ പലതും ചെയ്തിട്ടുണ്ടാവും. അള്ളാഹു എങ്ങനെയാണ് നമ്മളോട് വിട്ടുവീഴ്ച ചെയ്യുക? നമ്മളൊരാളോട് വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ, സ്വന്തം മകളോട് വിട്ടുവീഴ്ച ചെയ്യാത്ത ഉമ്മമാർ, വാപ്പമാർ, വാപ്പാനോട് വിട്ടുവീഴ്ച കാണിക്കാത്ത, ഉമ്മയോട് വിട്ടുവീഴ്ച കാണിക്കാത്ത മക്കൾ, അവരെ വേദനിപ്പിച്ച മക്കൾ, നമുക്കൊരാളെ ഒരു വേദന ഉണ്ടാക്കിയാൽ നമുക്ക് ശരിയാണ്, നമ്മുടെ ആ വേദനയും പ്രയാസമൊന്നും പെട്ടെന്ന് ഒരാൾ പറഞ്ഞാൽ അങ്ങനെ മറക്കാനൊന്നും പറ്റില്ല. നമ്മുടെ മക്കളോ അല്ലെങ്കിൽ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മളെ അടുത്ത ഏതെങ്കിലും